ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ 2025 ഫെബ്രുവരിയിൽ പൊതുപരീക്ഷ നടന്നതിൽ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ ഞാൻ വോയിസ് ആയിട്ട് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ അടുത്ത വർഷ എക്സാം എഴുതുന്നവർക്ക് റിവിഷനായിട്ട് നമുക്ക് ചോദ്യപേപ്പറുകൾ വിശദമായിട്ട് ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ നമുക്ക് മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഭൂരിഭാഗം വന്നത്. അപ്പോൾ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എന്താണ് വന്നത്? ശരിയുത്തരം കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം, കുട്ടി ജനിച്ചാൽ അക്കീക്ക അറുക്കൽ സുന്നത്താണ്. 5-ാം ദിവസം, 3-ാം ദിവസം, 7-ാം ദിവസം എന്നാണ്. അപ്പോൾ അതിൽ ശരിയായത് 7-ാം ദിവസമാണ്. അടുത്തത്, സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാകും. എന്തിനാണ് സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാകുന്നത്? സക്കാത്ത് വിതരണമാണ്. അതിൽ വിവാഹം, ഹജ്ജ്, കർമ്മ എന്നൊക്കെ ഉണ്ട് ഓപ്ഷൻ. അപ്പോൾ അതിൽ സക്കാത്ത് വിതരണം എന്നതാണ് ശരിയായത്. അടുത്തത്, അന്ത്യദിനത്തിൽ അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യും. എന്താണ് അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത്? നോമ്പ്, ഖുർആന്. നോമ്പും ഖുർആനും അടിമക്ക് അന്ത്യനാളിൽ ശുപാർശ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അതാണ് ഓപ്ഷൻ ശരി 2. അടുത്തത്, ദുൽഹിജ്ജ 10 ചെയ്യേണ്ട കർമ്മമാണ്. എന്താണ് ദുൽഹിജ്ജ 10 ചെയ്യേണ്ട കർമ്മം? ദുൽഹിജ്ജ 10 കല്ലെറിയൽ എന്നതാണ് അവിടെ ഓപ്ഷൻ ശരി അടയാളപ്പെടുത്തേണ്ടത്. 9 അറഫയിൽ നിൽക്കലാണ്. മിനായിൽ രാപ്പാർക്കൽ 9-ാം രാവിനാണ് മിനായിൽ രാപ്പാർക്കൽ. അപ്പോൾ അതൊക്കെ 9-നാണ്. 10 കല്ലെറിയലാണ് അവിടെ ശരി ഉത്തരം വരുന്നത്. അടുത്തത്, തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്തവൻ കടം വാങ്ങൽ ഹറാമാണ്. അതിൻ്റെ വിധിയാണ് അവിടെ ഹറാമാണ്. അടുത്തത്, അന്യ പുരുഷനോട് സ്ത്രീ സലാം പറയൽ എന്താണ്? അതിൻ്റെ വിധി എന്താണ്? സ്ത്രീകൾക്ക് ഹറാമാണ്. അന്യ പുരുഷനോട് സലാം പറയലും മടക്കലും സ്ത്രീകൾക്ക് ഹറാമാണ്. അപ്പോൾ അവിടെ ഹറാം എന്നതാണ്. ഇനി മാച്ച് ചെയ്യാനാണ്. എന്താണ്? യാചന ഇല്ലാതാക്കുന്നു. എന്താണ് യാചന ഇല്ലാതാക്കുന്നത്? സക്കാത്താണ്. അതിൻ്റെ ഓപ്ഷൻ ഡി എഴുതാം. യാചന ഇല്ലാതാക്കുന്നു സക്കാത്ത്. അടുത്തത്, ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരമാണ് ഹജ്ജ്. ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരമാണ് ഹജ്ജ്. അപ്പം അതിൻ്റെ സി എഴുതാം. അടുത്തതാ, ഇഹ്റാം ചെയ്തവർക്ക് ഹറാമാണ്. ഇഹ്റാം ചെയ്തവർക്ക് ഹറാമാണ് എന്ത്? ജിമാ. അപ്പം അതിൻ്റെ ഈ നമുക്ക് അവിടെ എഴുതാം. അത് ഇഹ്റാം ചെയ്തവർക്ക് ഹറാമായതാണ് ജിമാ. അതിൻ്റെ ഈ എഴുതാം. അടുത്തതാ, അല്ലാഹു തആല നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് ത്വലാഖ്. ഓപ്ഷൻ എ ത്വലാഖ്. അടുത്തത്, ബലിപെരുന്നാൾ ദിനത്തിൽ നടത്തുന്ന കർമ്മമാണ് ഉളുഹിയ്യ. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. അപ്പോൾ അത് മാച്ച് ചെയ്യാം. അടുത്ത ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ശ്വാസനാളവും ഡേഷും മുഴുവനും മുറിക്കൽ അറവിൻ്റെ നിബന്ധനയാണ്. ശ്വാസനാളവും അന്നനാളവും മുഴുവനും മുറിക്കുക അറിവിൻ്റെ നിബന്ധനയാണ്. അപ്പോൾ അവിടെ അന്നനാളവും എന്ന് എഴുതി കൊടുക്കാം. അടുത്തതെന്താണ്? നിക്കാഹ് ഡേഷ് മാസത്തിലാവൽ സുന്നത്താണ്. ഏതാണ്? ശവ്വാൽ മാസത്തിലാവൽ സുന്നത്താണ്. ശവ്വാൽ മാസത്തിലാവൽ സുന്നത്താണ്. അടുത്തതെന്താണ്? തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കൽ ഡേഷാണ്. എന്താണ് തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കൽ? ഫർള് കിഫായയാണ്. തെറ്റു ചെയ്യുന്നവരെ ഉപദേശിക്കൽ ഫർള് കിഫായയാണ്. അടുത്തത്, ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് വേണ്ടി ഡേഷ് വീതം നൽകണം. എന്താണ്? ഒരാൾക്ക് വേണ്ടി ഒരു സ്വാവ് വീതം നൽകണം. അടുത്തത്, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ കറാഹത്താണ്. നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ കറാഹത്താണ്. അടുത്തതാ, മഴ പെയ്താൽ അല്ലാഹുമ്മ ഡേഷ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. എന്താണ് മഴ പെയ്താൽ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ.
അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ അതിൻ്റെ അവിടെ ബാക്കി പൂരിപ്പിച്ചെടുക്കുക എന്ന് ചൊല്ലൽ സുന്നത്താണ്. അടുത്തത് എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. തവാഫ് തുടങ്ങേണ്ടത് കഅബയുടെ ഏത് മൂലയിൽ നിന്നാണ്? ഏത് മൂലയിൽ നിന്നാണ്? ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ്. ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന്. അടുത്തത്, ഒരു സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത കൂലി ലഭിക്കും എപ്പോൾ? കടം കൊടുത്തവന് ഒരു സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത കൂലി ലഭിക്കും. അപ്പോൾ അവിടെ അങ്ങനെ എഴുതുക. അടുത്തതെന്താണ്? മാടിനെ ഉളുഹിയത്ത് അറുക്കുമ്പോൾ എത്ര പേർക്ക് പങ്കുചേരാം? എത്ര പേർക്കാണ്? മാടിനെ ഉളുഹിയ അറുക്കുമ്പോൾ 7 പേർക്ക്, 7 ആൾക്ക് വരെ പങ്കു ചേരാവുന്നതാണ്. അപ്പോൾ എത്ര പേർക്ക് വരെ പങ്കു ചേരാമെന്നുള്ളത് 7 എന്ന് എഴുതാം. അടുത്തതാ, കബിൽത്തു നിക്കാഹ എന്നാണ് വാചകം. എന്തിൻ്റെ വാചകമാണ്? കബിൽത്തു നിക്കാഹ എന്നാണ് എന്തിൻ്റെ വാചകമാണ്? കബൂലിൻ്റെ വാചകമാണ്. കബിൽത്തു നിക്കാഹ എന്നത്. അടുത്തത്, തല കുനിച്ച് അഭിവാദ്യം ചെയ്യുന്നതിൻ്റെ വിധി എന്തെന്ന് വെച്ചാൽ കറാഹത്താണ്. പാത്രം മൂടി വെക്കുമ്പോൾ സുന്നത്താണ് എന്താണ് പാത്രം മൂടി വെക്കുമ്പോൾ സുന്നത്ത്? ബിസ്മി ചൊല്ലൽ. ചില കാര്യങ്ങൾക്ക് മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബിസ്മി ചൊല്ലലാണ്. അടുത്തത്, ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഭക്ഷിക്കാൻ പാടില്ലാത്ത 4 പക്ഷികളുടെ പേര് എഴുതാൻ. ഭക്ഷിക്കാൻ പാടില്ലാത്ത 4 പക്ഷികൾ: വവ്വാല്, മരംകൊത്തി, മൂങ്ങ, തത്ത, മയില് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് 4 എണ്ണം എഴുതാനാണ്. അടുത്തതാ, വിവാഹം എന്തെല്ലാം തെറ്റുകളിൽ നിന്ന് തടയും? വിവാഹം എന്തെല്ലാം തെറ്റുകളിൽ നിന്നാണ് തടയുന്നത്? അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുക, ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ തെറ്റുകളിൽ നിന്ന് വിവാഹം തടയും. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? പലിശയുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല ശപിച്ചു. ആരൊക്കെയാണ് അല്ലാഹു തആല ശപിച്ചത്? പലിശ തിന്നുന്നവരെയും നൽകുന്നവനെയും എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. പലിശ തിന്നുന്നവനെയും നൽകുന്നവനെയും എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. അടുത്തതാ, സാന്ത്വന പ്രവർത്തനങ്ങളിൽ പെടുന്ന 4 കാര്യങ്ങൾ എഴുതുക. സാന്ത്വന പ്രവർത്തനങ്ങളിൽ പെടുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫർള് കിഫായയായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് സാന്ത്വന പ്രവർത്തനങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിന് 4 എണ്ണം എഴുതുക. അടുത്തത് എന്താണ്? രോഗിയെ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. എന്താണ് രോഗിയെ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ? അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർഷിൽ അലീം അൻ യഷ്ഫിയക എന്നാണ്. അപ്പോൾ ഈ ദിക്റുകളൊക്കെ പഠിക്കാൻ ഓരോരുത്തർ വിളിച്ച് ചോദിച്ചിരുന്നു, ഇതിൽ നിന്ന് വരുമോ എന്നൊക്കെ. അപ്പോൾ ഇതാണ്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, വരാതിരിക്കാം. എന്നാലും ഒരു പാഠഭാഗത്തിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ പറഞ്ഞത്? മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. എന്നെ സിയാറത്ത് ചെയ്യാതെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവന് എന്നോട് പിണങ്ങിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. എന്നെ സിയാറത്ത് ചെയ്യാതെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അവൻ എന്നോട് പിണങ്ങിയിരിക്കുന്നു. റമദാൻ മാസപ്പിറവി കണ്ട വിവരം പകൽ അറിഞ്ഞാൽ എന്തു ചെയ്യണമെന്നാണ്. എന്താണ് അടുത്ത ചോദ്യം? റമദാൻ മാസപ്പിറവി കണ്ട വിവരം പകൽ അറിഞ്ഞാൽ എന്തു ചെയ്യണം? നോമ്പുകാരനെ പോലെ കഴിഞ്ഞു കൂടലും പിന്നീട് ഖളാ വീട്ടലും നിർബന്ധമാണ്.
നിയ്യത്തൊഴിവാക്കിയവർ, നിയ്യത്ത് മറന്നവർ, കാരണം കൂടാതെ നോമ്പുപേക്ഷിച്ചവർ, മാസം കണ്ട വിവരം പകലിൽ അറിഞ്ഞവർ, അത്താഴമോ നോമ്പ് തുറക്കലോ പകലിലായിപ്പോയി എന്നറിഞ്ഞവർ, ഇവരൊക്കെ എന്താണ് നോമ്പുകാരെ പോലെ കഴിഞ്ഞുകൂടുകയും പിന്നീട് ഖളാ വീട്ടലും നിർബന്ധമാണ്. അടുത്തത് കുറിപ്പ് എഴുതാനാണ്. 5 വരിയിൽ കുറയാതെ സക്കാത്ത് നൽകാതിരുന്നാലുള്ള കാര്യത്തെക്കുറിച്ചാണ് 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്. സക്കാത്ത് നൽകാത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹു തആല പറയുന്നു, സ്വർണം, വെള്ളി എന്നിവ സൂക്ഷിച്ചു വെക്കുകയും അല്ലാഹു തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ദിനം നരകത്തിലെ അഗ്നിയിൽ അത് ചുട്ടുപഴുപ്പിക്കും. അതുകൊണ്ട് അവരുടെ നെറ്റികളിലും പാർശ്വവശങ്ങളിലും മുതുകുകളിലും പൊള്ളലേൽപ്പിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണിത്, നിങ്ങൾ തന്നെ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയും. അത്രയും സക്കാത്ത് നൽകാത്തതിനെ കുറിച്ചിട്ട് നമുക്കവിടെ എഴുതി കൊടുക്കാം. പിന്നെ സലാം പറയലിനെ കുറിച്ചിട്ടാണ് അടുത്തത് എഴുതാൻ വന്നത്. സലാം പറയലിനെ കുറിച്ചിട്ട് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ പ്രത്യേകം പറഞ്ഞ കാര്യമാണത്. പറയലിനെ കുറിച്ചിട്ട് എന്താണ് അവിടെ വന്നത്? സലാം പറയലിനെ കുറിച്ചിട്ട് സലാം പറയൽ സുന്നത്താണ്. ഒരാളോടാണ് പറഞ്ഞതെങ്കിലും മടക്കൽ ഫർളൈനാണ്. എന്നാൽ ഫാസിക്കിനും മുബ്തദീനും സലാം പറയാനോ മടക്കാനോ പാടില്ല. വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് സലാം പറയേണ്ട പൂർണ്ണരൂപം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് മടക്കേണ്ടതിൻ്റെ പൂർണ്ണരൂപം. കണ്ടുമുട്ടുമ്പോൾ ചെറിയവർ വലിയവരോടും നടക്കുന്നവർ നിൽക്കുന്നവരോടും വാഹനത്തിലുള്ളവർ അല്ലാത്തവരോടും കുറഞ്ഞ സംഘം കൂടുതലുള്ള സംഘത്തോടും സലാം പറയലാണ് സുന്നത്ത്. സലാം പറയുമ്പോൾ മുസാഫത്ത് ചെയ്യലും സ്വാലിഹായ വ്യക്തികളുടെ കൈ ചുംബിക്കലും സുന്നത്താണ്. എന്നാൽ തല കുനിച്ച് അഭിവാദ്യം ചെയ്യൽ കറാഹത്താണ്. അന്യപുരുഷനോട് സലാം പറയലും മടക്കലും സ്ത്രീക്ക് ഹറാമാണ്. അന്യ സ്ത്രീയോട് സലാം പറയലും മടക്കലും പുരുഷന് കറാഹത്താണ്. എന്നാൽ ഒരു സംഘം സ്ത്രീകളോട് സലാം പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ സലാം മടക്കൽ നിർബന്ധവുമാണ്. ഇത്രയും നമുക്ക് ആ സലാമിനെ കുറിച്ച് അവിടെ എഴുതാം. അപ്പോൾ ഇത്രയാണ് ഫിഖ്ഹിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നത്. എല്ലാവർക്കും ചോദ്യപേപ്പറിൽ ഏതൊക്കെ വന്നത്, ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.